ഹലോ ഫ്രണ്ട്സ്, ട്രാവൻകൂർ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ ബിരിയാണിയാണ്. മീൻ വറുത്ത് റെഡിയാക്കി വെച്ച് ചോറ് വേവിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല നാരങ്ങച്ചാറും പപ്പടവും സാലഡും ഒക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഞാൻ മീൻ, മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മീനിനെ വറുത്ത് മാറ്റി വയ്ക്കണം. മീൻ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനായി ആവശ്യമുള്ളത് അരിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ലോങ് റൈസാണ് എടുത്തേക്കുന്നത്, ബസ്മതി റൈസ്. ആ ബസ്മതി റൈസ് ഞാനിവിടെ 3 കപ്പോളം എടുത്തിട്ടുണ്ട്. എൻ്റെ കപ്പ് 240 ml കപ്പാണ്. ഈ അരിയെ ഞാൻ 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം അതിനെ ഒന്ന് തോർത്തിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഈ അരി വേവിക്കാനായിട്ട് ധാരാളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, 2 പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉപ്പും എണ്ണയും ചേർത്ത് തിളപ്പിക്കുക. തിളപ്പിച്ചെടുത്ത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പകുതി വേവ്, മുഴുവനായിട്ട് അരി വേവാൻ പാടില്ല, ഒരു 1/4 ഭാഗം അരി വെന്താൽ മതി. ഒന്നായി കഴിയുമ്പോൾ അതിനെ ഞാനിവിടെ തോർത്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ മാറ്റി അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ ഇനി ബിരിയാണി എങ്ങനെയാണ്, അതിൻ്റെ ഉള്ള ഗ്രേവി എന്താണെന്നും അതിനെ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള നൈസായിട്ട് അരിഞ്ഞ് കുറച്ച് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് അതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇതിന് ശേഷം ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചേർക്കൂ. ഉള്ളി വറുത്ത അതേ എണ്ണയിൽ നമ്മളടുത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് 3 പച്ചമുളക് വേണം. ഒരു 2 സവാള അരിഞ്ഞതാണ്. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പകുതി വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ പഴുത്ത ടൊമാറ്റോ ഒന്ന് അരിഞ്ഞ് അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ നല്ലതുപോലെ കുറച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വയ്ക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് ഈ ഗ്രേവിയിലിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ ബിരിയാണി ദം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോപ്പർ ദമ്മല്ല, എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് ദം ഇടാം. ഈ ഗ്രേവി തന്നെ തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന അരി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി വറുത്തതും ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയും പുതിന ഇലയൊക്കെ ചേർക്കാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് ഒരു ടീസ്പൂൺ ബിരിയാണി എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു ബിരിയാണി തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് കിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ കേവ്ര വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് ഉണ്ടായിരുന്നു. അതും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെ മാത്രം വെച്ച് മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ പുറത്തിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ദമ്മിന് വയ്ക്കാം. ദമ്മിന് വെച്ച് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പം ഇത് നല്ല മണമുള്ള അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. നല്ല മണമാണ് ഇവിടെ ഫുള്ള്. നല്ലൊരു ഫിഷിൻ്റെ മണവും പിന്നെ ആ ബിരിയാണി എസൻസൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ മണവും എല്ലാം ആണ്. അപ്പം നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ ബിരിയാണിയാണിത്. ഞാനിതിൽ മല്ലിയിലയും പുതിനയിലും ഒന്നും ചേർക്കാത്തത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ രുചിയായിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ തന്നെ വീട്ടിലിട്ട് നല്ല നാരങ്ങ അച്ചാറും സാലഡും പപ്പടവും കൂട്ടി കഴിക്കുവാണ്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. ബൈ.